ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കുട്ടി ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മെറ്റാലിക് ക്യൂബ് തന്നിട്ടുണ്ട്. ഈ ഒരു മെറ്റാലിക് ക്യൂബിന്റെ മാസ് എന്ന് പറയുകയാണെങ്കിൽ 5.580 kg ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിനെ മെഷർ ചെയ്യുന്നത്, അതായത് ഈ ഒരു ലെങ്ത് എന്നൊക്കെ പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 9 സെന്റിമീറ്റർ ആണ്, അഥവാ 9.0 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡെൻസിറ്റിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? എക്സ് ഇൻറ്റു 10⁻k kg മീറ്റർ -3 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതെന്താണ് നമ്മൾ ഡെൻസിറ്റിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരെയാ? ഈ എക്സിന്റെ വാല്യൂവിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഒരു ക്യൂബിന്റെ വോളിയം എത്രയാണ്? ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? എ ക്യൂബ് ആണല്ലേ. അതിനു മുന്നേ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. നമുക്ക് ഇവിടെ മാസ് എത്രയുണ്ട്? 5.580 നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തിനെ കണ്ടുപിടിക്കണം? വോളിയത്തിനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്യൂബിന്റെ വോളിയം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു എന്താണ്? എ ക്യൂബാണ് വോളിയം എന്ന് പറയുന്നത്. അതായത് 9.0 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ക്യൂബിനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 729.0 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തുണ്ട്? വോളിയവും ഉണ്ട്, മാസും ഉണ്ട്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.00765 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി ഈ ഒരു ആൻസർ ഇവിടെ കിടപ്പുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് മാറ്റണം. അതിനു മുന്നേ ഇവിടെ നോക്കിയേ, ഇവിടെ kg m⁻³ ആണല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ m⁻³ ആണല്ലേ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് എത്രയാണ്? kg/cm³ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ ഇതിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 10⁻⁻6 മീറ്റർ ക്യൂബ് ആയിരിക്കും. അതായത് 1 kg സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 10⁻6 kg/m³ എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് റോ എന്ന് പറയുന്നത് എത്രയാണ്? 0.00765 ഇൻറ്റു 10⁻6 kg/m³ എന്ന് വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 7.655 ഇൻറ്റു 10⁻3 kg/m³ എന്ന് വരും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓർക്കും ഈ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളിപ്പോൾ അത് നോക്കിയെന്ന് വിചാരിക്കും. കാരണം ഇത് മനസ്സിലാക്കി വെക്കാനായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇനി നമുക്ക് ഇതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ, അതായത് ഈ 7.655 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ആൻസർ ആയിട്ടുണ്ടോ? ഇല്ലല്ലേ. ഓക്കെ, ഇവിടെ എത്രയാണ്? ഏറ്റവും ചെറുത് 2 വാല്യൂ ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാനായിട്ട് പറ്റും? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കണം നമ്മുടെ ആൻസറിൽ വരേണ്ടത്. എത്രയാണ്? ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇവിടെ മൊത്തം 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ